ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം. പരീക്ഷ അടുത്തല്ലേ? ഏകദേശം നമ്മുടെ പ്രാക്ടീസ് ഒക്കെ ഇംപ്രൂവ് ആയിക്കൊണ്ട് വരികയാണ്. അപ്പോഴും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസിങ് ആണ്. അങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ള, പരീക്ഷാ ഹാളിൽ ഞങ്ങളെ കുഴപ്പിക്കുന്ന, എത്ര പഠിച്ചാലും തിരിഞ്ഞു പോകാറുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരം ഡിസ്കഷനിലൂടെ ഇങ്ങനെയുള്ള നെഗറ്റീവ് മാർക്സുകൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ പറ്റിയിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ജ്ഞാനപീഠം നിങ്ങൾക്കറിയാം. ജ്ഞാനപീഠം എന്നത് 1965 മുതലാണ് ഇന്ത്യയിൽ തുടങ്ങിയത് അല്ലെ. 1965 മലയാള കവിയായ ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചതാർക്കെന്നാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിനാണെന്നാണ്. അപ്പൊ നമ്മൾ അത് എന്തും കൂടി ക്ലിയർ ചെയ്ത് പഠിക്കുക. ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. ഏത് വർഷം? 1965. ഇതേ ചോദ്യം തന്നെ വ്യത്യസ്തമായ രീതിയിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. ജ്ഞാനപീഠം നേടിയ ആദ്യ നോവലിസ്റ്റ് ആരെന്ന് ചോദിക്കും. താരാശങ്കർ ബാനർജിയാണ്. 1966 ബംഗാൾ നോവലിസ്റ്റായ താരാശങ്കർ ബാനർജിയാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്ന നോവലിസ്റ്റ്. അപ്പൊ കവി ആരാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പിന് 1965. താരാശങ്കർ ബാനർജിയാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് നേടുന്ന നോവലിസ്റ്റ്. അത് ബംഗാളിയാണ്. 1966. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാണ്, ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് ആരാണ്? അത് എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാട് എന്ന കഥാകാരനാണ്, അല്ലെങ്കിൽ നോവലിസ്റ്റിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം ഒരു നോവലിസ്റ്റിന് അവാർഡ് കിട്ടുന്നത്. അത് എസ്.കെ. പൊറ്റക്കാടിനാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത ഫാക്ട്, കേരളത്തില് ഉപ്പ് സത്യാഗ്രഹം നടന്നു. 1930 ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നു. ഇതിന്റെ പടയണി ഗാനം ഏതായിരുന്നു? വരിക വരിക സഹചരെ എന്നതായിരുന്നു. ഈ ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. അപ്പൊ കേരളത്തില് ഉപ്പ് സത്യാഗ്രഹ കാലത്തെ പടയണി ഗാനമായിരുന്നു വരിക വരിക സഹചരെ എന്നത്. ഇത് രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. ഇതേപോലെ ചോദിക്കാറുള്ള PSCയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഈ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നത് ആരുടേതാണ്? പന്തളം KP രാമൻപിള്ള നായർ എഴുതിയതാണ്. മറക്കരുത്, പന്തളം KP രാമൻപിള്ള നായർ എഴുതിയതാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കിയത്. ഇത് നായർ സർവീസ് സൊസൈറ്റി NSSന്റെ ഉൽപ്പന്ന പിരിവുമായി ബന്ധപ്പെട്ട് രചിച്ചതാണ്. ഇത് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നത്. ഇത് NSSന്റെ പ്രാർത്ഥനാ ഗീതവുമാണ്. ഇത് എഴുതിയത് ആരാണ്? പന്തളം KP രാമൻപിള്ളയാണ്. പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുള്ളതാണ്, ഓപ്ഷൻ കണ്ട് ഞെട്ടാറുള്ളതാണ്. അപ്പൊ കേരളത്തില് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പടയണി ഗാനം ഏത്? വരിക വരിക സഹചരെ. ഇത് രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ളയാണ്. NSSവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്. ഓക്കെ ആണല്ലോ. അടുത്തത്, പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമാണ് അഞ്ചുവണ്ണം. പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രാചീന കേരളത്തിലെ SCERT ഫാക്റ്റും ആണിത്. പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമാണ് അഞ്ചുവണ്ണം. ഇനി പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമായിരുന്നു മണിഗ്രാമം. അപ്പൊ രണ്ട് കച്ചവട സംഘങ്ങൾ പ്രാചീന കേരളത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് അഞ്ചുവണ്ണം, അടുത്തത് മണിഗ്രാമം. ഇതിനകത്ത് അഞ്ചുവണ്ണം എന്താണ്? കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമാണ് അഞ്ചുവണ്ണം. സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമാണ് ഏത്? മണിഗ്രാമം എന്നത്. അപ്പൊ അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അടുത്തത്, സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ആൾക്കാർ തെറ്റിക്കാറുണ്ട്. ഏകദേശം 99 മാർക്ക് സ്കോർ ചെയ്യുന്നവരും ഈ ഒരു മാർക്ക് കൊണ്ടുവന്ന് കളയുന്നത് ഏതാണ്? ഈ ഒരു ഭാഗത്താണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒഡീസിയാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യം, ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒഡീസിയാണ്.
അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 11. ഈ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് സ്ഥിരം PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 ആചരിക്കുന്നത് ആരുടെ ജന്മദിന പ്രകാരമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് പിറ്റേ ദിവസം നവംബർ 12 ദേശീയ പക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇത് ഡോക്ടർ സലീം അലി, പ്രശസ്ത പക്ഷി സാഹിത്യകാരൻ, പക്ഷി നിരീക്ഷകനാണ് ആര്? ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നവംബർ 12 ദേശീയ പക്ഷി ദിനമായിട്ട്, നാഷണൽ ബേർഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി PC മഹൽനോബിസിന്റെ ജന്മദിനമായിട്ട് ആചരിക്കുന്നത് ജന്മദിനം എന്നാണ്? ജൂൺ 29. നമുക്കറിയാം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. അപ്പോൾ PC മഹൽനോബിസിന്റെ ജന്മദിനം ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ഓർമ്മയ്ക്ക്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഡോക്ടർ സലീം അലി ദേശീയ പക്ഷി ദിനം നവംബർ 12. ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം PC മഹൽനോബിസിന്റെ ജന്മദിനാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ചുവന്ന രക്താണുക്കളുടെ കുറവ് അനീമിയ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. അപ്പൊ ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ അവിടെ വിളർച്ച അഥവാ അനീമിയ ഉണ്ടാകും. ഇനി ചുവന്ന രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് പോളിസൈത്തീമിയ. പോളി എന്ന് വെച്ചാൽ ഒന്നിലധികം എന്നാണ്. അപ്പൊ ചുവന്ന രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥ ഏതാണ്? പോളിസൈത്തീമിയ എന്നാണ്. അപ്പൊ അനീമിയ എന്താണ്? ചുവന്ന രക്താണുക്കളുടെ കുറവ് ഉണ്ടായിരുന്ന അവസ്ഥ. ചുവന്ന രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ അത് പോളിസൈത്തീമിയ ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയാണ് ഭാരതരത്ന. പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയാണ് ഏത്? നിഷാനി പാകിസ്ഥാൻ. ഇത് രണ്ടും ലഭിച്ച രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് മൊറാർജി ദേശായി, ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി, പിന്നെ നെൽസൺ മണ്ടേല. അപ്പൊ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയാണ് ഭാരതരത്ന. പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതി നിഷാനി പാകിസ്ഥാൻ. ഭാരതരത്നയും നിഷാനി പാകിസ്ഥാനും ലഭിച്ച ഒരേ ഒരു ഇന്ത്യക്കാരനേ ഉള്ളൂ, അത് മൊറാർജി ദേശായി. ഇനി ഒരേ ഒരു എന്താണ് അന്യദേശക്കാരൻ അല്ലെങ്കിൽ വിദേശിയേ ഉള്ളൂ, അത് നെൽസൺ മണ്ടേലയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? അപ്പോ വ്യാഴത്തിലാണ് ചുവന്ന വലിയ പൊട്ട് കാണപ്പെടുന്നത്. ചുവന്ന വലിയ പൊട്ട് കാണപ്പെടുന്നത് ഏത് ഗ്രഹത്തിലാണ്? വ്യാഴത്തിലാണ്. ഇനി ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? കറുത്ത പൊട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? നെപ്റ്റ്യൂണിലാണ്. അപ്പൊ വ്യാഴത്തിൽ ചുവന്ന പൊട്ടും കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിലാണ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസിന്റെ ആണ്. യുറാനസിന്റെ ഉപഗ്രഹത്തിന്റെ പേര് മറക്കരുത്, ടൈറ്റാനിയ എന്നാണ്. ടൈറ്റൻ എന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്, ശനിയുടെ ഉപഗ്രഹമാണ്. ടൈറ്റാനിയ എന്നത് യുറാനസിന്റെ ആണ്. അപ്പോ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴം, കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂൺ ആണ്. യുറാനസ് എന്താണ്? യുറാനസിനാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഉള്ളത്. ഇനി ഏതാണ്? ടൈറ്റാനിയ എന്നത് യുറാനസിന്റെ ഒരു ഉപഗ്രഹമാണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ LDC ആയിക്കോട്ടെ LGS ആയിക്കോട്ടെ SCRT നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും റെഡി ആയിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും SCRT NCERT നിങ്ങൾക്ക് LGS ലെവലായാലും LDC ലെവലായാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് PSC ബേസിക്സിന്റെ ആപ്പ് ത്രൂ ക്ലാസ് അവൈലബിൾ ആണ്. അവിടെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ PDF നോട്ട്, വീഡിയോ ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ. അടുത്തത് 3 ഗൂഢാലോചന കേസ് പ്രധാനമായിട്ട് PSC ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കണം. ഞാനിവിടെ വർഷമാണ് പറയുന്നത്. പലപ്പോഴും പല ആൾക്കാർക്കും കൺഫ്യൂസ്ഡ് ആവാറുള്ളത് വർഷങ്ങളാണ്.
ആലിപ്പൂർ ഗൂഢാലോചന കേസാണ് ആദ്യം നടന്നത് 1908. 1908 ആലിപ്പൂർ ഗൂഢാലോചന കേസ് നടന്നത്. അടുത്തത് കക്കോരി ഗൂഢാലോചന കേസ് നടന്നത് 1925. കക്കോരി ഗൂഢാലോചന കേസ് നടന്നത് 1925. അടുത്തത് ലാഹോർ ഗൂഢാലോചന കേസാണ്. ഇത് 1928 നടന്നത്. അപ്പോ ആലിപ്പൂർ ഗൂഢാലോചന കേസുണ്ട് 1908. കക്കോരിയാണ് പിന്നെ നടന്നത് 1925. ദെൻ ലാഹോർ 1928. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. അടുത്തത് ലാസ്റ്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രാജ്യസഭയിലേക്ക് കുറെ ആൾക്കാരെ നമ്മുടെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യും. അങ്ങനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. മറക്കരുത്, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയും അല്ലെങ്കിൽ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ അത് സത്യേന്ദ്രനാഥ ബോസ് ആണ്. അപ്പൊ പല ഭാഗങ്ങളിൽ പ്രശസ്തരായ ആൾക്കാരെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്രനാഥ ബോസ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടനാണ് പൃഥ്വിരാജ് കപൂർ. ആരാണ്? പൃഥ്വിരാജ് കപൂർ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുണ്ടേലാണ്. രുക്മിണി ദേവി അരുണ്ടേലാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയാവുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ സാക്കിർ ഹുസൈൻ. ഡോക്ടർ സാക്കിർ ഹുസൈൻ ആദ്യം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു, പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയാവുകയും ചെയ്ത വ്യക്തിയാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് സർദാർ KM പണിക്കർ. അപ്പൊ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സർദാർ KM പണിക്കറാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടി ആരാണ്? അത് നർഗീസ് ദത്ത്. സിനിമാ നടനാണെങ്കിലോ പൃഥ്വിരാജ് കപൂർ ആണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. വനിതാ കായികം താരം ചോദിക്കുകയാണെങ്കിൽ അത് മേരി കോം ആണ്. ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒത്തിരി കൺഫ്യൂസ്ഡ് ആകുന്ന ഫാക്റ്റുകളുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥിരം PSC ചോദിക്കുന്ന ഒരു വർഷമാണ് സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക പീഡന നിരോധന നിയമവും. ആദ്യം നിലവിൽ വന്നത് സ്ത്രീധന നിരോധന നിയമമാണ്. 1961 മെയ് 20 സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. 1961 മെയ് 20. ഇനി ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായി.